നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രണയം ആഘോഷമാക്കിയ യുവത്വത്തിന്റെ ലോകത്തു നിന്നാണ് പ്രത്യേകിച്ച് പ്രണയത്തിന്റെ പേരിലുള്ള ഞെട്ടിക്കുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളുമായി നടക്കുന്ന വാർത്തകൾ കൂടുതലായി പുറത്തു വരുന്നത്. പ്രശ്നപരിഹാരമില്ലാതെ ഇത് ഇപ്പോഴും തുടരുന്നു. അവസാന ഇരയായിരുന്നു ഷഹന. നാളെ മറ്റൊരാൾ പ്രണയാഭ്യർത്ഥനയുമായി മുന്നിലേക്ക് കയറി വരുന്ന പുരുഷനാണ് എല്ലാമെന്നും ഇവനില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിപ്പിക്കും വിധം അവൾ ആ വ്യക്തിക്ക് മുന്നിൽ വീണു പോകുന്നു. ഇത് പ്രണയത്തിന്റെ മാത്രം സ്വകാര്യതയും മാന്ത്രികതയുമാണ്. പ്രണയമുഖം നേരിടാത്ത ഒരാൾക്കും അത് മനസ്സിലാവുകയില്ല. അവസാനം തകർത്താടിയ പ്രണയത്തിനു മുന്നിൽ തേച്ചിട്ട് പോയ കാമുകനെ നോക്കി കരഞ്ഞു തീർക്കാനായിരുന്നു അവളുടെ വിധി. പ്രണയനിരാശയാണ് ഏറ്റവും വലിയ വേദനയെന്ന് പ്രണയാലസ്യത്തിൽ തകർത്താടിയ ചിത്രങ്ങൾ നോക്കി അവൾ തന്നോട് തന്നെ പറയും, ഒപ്പം ഏറ്റവും അടുത്ത കൂട്ടുകാരോട്. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഒരു പെൺകുട്ടി ഇല്ലാതായി പോകുന്നത്. പ്രണയകാലത്തെ അവന്റെ അംഗീകാരവും സ്വാന്തനവും അഭിനന്ദിക്കലും ഒപ്പമിരുന്ന് പറഞ്ഞു തീരാത്ത കഥകളുമൊക്കെ അങ്ങനെയാണല്ലോ. ജീവന തുല്യം സ്നേഹിച്ച പുരുഷനെ എന്നെ വേണ്ട, മുന്നിൽ കണ്ണീരിന്റെ പെരുമഴക്കാലം, അതുകൊണ്ട് എനിക്കിനി എന്നെയും വേണ്ട. അതോടെ ജീവൻ ഒരു മുഴം കയറി ഒതുക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ മരണത്തെ സ്വയം പുലുകും. പിറകെ യാചനാ നിർഭരമായ മനസ്സുമായി എത്ര കിതച്ചൂടിയിട്ടും തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നു മറിയും. കാമുക ഹൃദയം നോക്കി അവൾ നിശബ്ദം നിലവിളിക്കും. ആരുടെ സ്വാന്തനിപ്പിക്കലും അവൾ ഉൾക്കൊള്ളില്ല. പ്രണയം പങ്കുവെച്ച മധുരമനോഹരമായ നിമിഷങ്ങൾ, നൽകിയ സമ്മാനങ്ങൾ, കൊടുത്ത വാഗ്ദാനങ്ങൾ, കൂടിക്കാഴ്ച സമ്മാനിച്ച ചിത്രങ്ങൾ ഒക്കെയും അവളെ കുത്തിക്കീറിക്കൊണ്ടിരിക്കും. ഇത്തരം ദുർബല നിമിഷങ്ങളിൽ ഒരു പെൺകുട്ടി സ്വയം ഇല്ലാതാവുക പോലുള്ള അവിവേകം കാണിക്കുമ്പോൾ കുറ്റം പറയാനാവില്ല. കാരണം ഒരിക്കൽ സ്നേഹിച്ചതിന്റെ പേരിൽ വിവാഹം വേണ്ടെന്ന് വെച്ച് ഒരായുസ് മുഴുവൻ അവനെ ഓർത്ത് ജീവിച്ച പെണ്ണുങ്ങളുണ്ട് ഇവിടെ. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. വർഷങ്ങളായി തന്നിൽ സ്വപ്നം കണ്ട് പൊന്നുപോലെ നോക്കി വളർത്തിയവരെ മറന്ന് എവിടെയോ ജീവിക്കുന്ന ഒരു പുരുഷന് വേണ്ടി ഇല്ലാതാകുന്നത് കേവലം വിഡ്ഢിത്തമാണെന്ന് സത്യം ഇനിയെങ്കിലും തിരിച്ചറിയുക. നിഷ്കരുണം പ്രണയം അവസാനിപ്പിച്ച് അവൻ പോയ ശേഷം ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പുരുഷൻ എന്നാൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. വേദനയുടെ വൻകടൽ ചാടിക്കടന്ന് എനിക്കിനി ജീവിക്കണം, എന്നെ സ്നേഹിക്കുന്നവർ ചുറ്റിലുമുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു പെൺകുട്ടിക്ക് ജീവിച്ച് മുന്നേറാൻ കഴിയുക.